ഓക്കെ, ശരിയായി. വിസിബിൾ ആണോ നോട്ട്? ഹലോ, യെസ് മാം, നോട്ട് വിസിബിൾ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നത് ബ്രേക്ക് ആയിട്ട് എനിക്ക് കേൾക്കുന്നത്. ആ, ഓക്കെ. Now we can see the second question. Calculate the moment of inertia about x and y axis. Also find the radius gyration. So here we have a composite figure. This figure is made up of what? Here you can, or in this figure you can see a right angled triangle. From this right angled triangle portion, one circular portion is removed. Here we have a right angled triangular section. So from this right angled triangular section, a circular portion is removed. Or you can see a hole at the center. ഒരു particular place ഒരു hole കാണാൻ പറ്റും. The remaining portion is what? It's shaded. So you have to find out the moment of inertia of this figure about x and y axis. അതായത് or centroidal axis. അപ്പൊ എന്ത് വേണം? എവിടെയാണോ സെൻട്രോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ആ സെൻട്രോയിഡിൽ കൂടെയാണ് ഏത് ആക്സിസ് പാസ് ചെയ്യുന്നത്? എക്സ് എക്സും വൈ വൈയും പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ എക്സ് എക്സ് ആൻഡ് വൈ വൈ ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യണം. ഫസ്റ്റ് എക്സ് എക്സ് ആക്സിസ് വെച്ചിട്ട് ബോഡി റൊട്ടേറ്റ് ചെയ്യണം നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദാറ്റ് ആക്സിസ്? നെക്സ്റ്റ് ദ സെയിം ബോഡി ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് വൈ വൈ ആക്സിസ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എങ്ങനെയായിരിക്കും ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്താലാണ് ഒരു ബോഡി നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ടോർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണം ടു മെയിൻറ്റെയിൻ ദാറ്റ് സ്പീഡ്. ഓർ സപ്പോസ് ഇഫ് യു ആർ ഗോയിങ് ടു ഇൻക്രീസ് ദ ആക്സിലറേഷൻ, ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ബോഡി, ഒന്നുകൂടെ നമുക്ക് അതിന്റെ ആംഗുലർ ആക്സിലറേഷൻ കൂട്ടണം, റൊട്ടേഷൻ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയണം? അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയെന്ന് അറിയണം. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുന്തോറും എന്തായിരിക്കും? ഇതിന്റെ ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടോർക്ക് കൂടുതലായിരിക്കും. അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? തന്നിരിക്കുന്ന ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞിരിക്കണം. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് അറിഞ്ഞിരിക്കണം? ദാറ്റ് ഈസ് സെൻട്രോയിഡ് അറിയണം. സെൻട്രോയിഡ് അറിയണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഫോർമുലാസ് ഒക്കെ അറിയണം, എന്തൊക്കെയാണ് പ്ലെയിൻ ഫിഗർ എന്നൊക്കെ അറിയണം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഇതേ പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തതാണ്. സോ അത് ഞാൻ ഇനി പറയില്ല. So from this it is very clear that x bar is 40.79 and y bar is equal to 53.59. അപ്പൊ നമുക്കത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ എവിടെയാണ് അത് വരുന്നതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. 53.59 ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? നമ്മുടെ പിക്ചർ വരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലെ നമ്മുടെ പിക്ചർ. സോ ദിസ് ഇസ് ദി ഗിവൺ ഡയഗ്രാം. ഇതിൽ നമുക്ക് എവിടെയാണോ എക്സ് ബാർ വരുന്നത് 53 സംതിങ് എന്ന് പറഞ്ഞു, അത് എവിടെയാണെന്ന് നോക്കുക. വൈ ബാറും എവിടെയാണെന്ന് നോക്കുക. എവിടെയാണോ എക്സ് ബാർ, എവിടെയാണോ വൈ ബാർ നോക്കുക. ഇനി ഇതാണ് നിങ്ങളുടെ ജി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇതിൽ കൂടെയാണ് എന്ത് പാസ് ചെയ്യുന്നത്? എക്സ് എക്സും വൈ വൈയും പാസ് ചെയ്യും. ഇപ്പൊ സപ്പോസ് ഇഫ് ദിസ് ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എക്സ് എക്സ് ആക്സിസ്, ഈ എക്സ് എക്സ് ആക്സിസ് വെച്ചിട്ട് ബോഡി അങ്ങ് തിരിയണം. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ? എത്ര ടോർക്ക് അപ്ലൈ ചെയ്താലാണ് അതിന് ഇത്ര പെർട്ടിക്കുലർ സ്പീഡ് ആംഗുലർ ആക്സലറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിച്ചു, ഇത് ലൊക്കേറ്റ് ചെയ്തു. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് റിപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ഐ. So here you are going to find out the moment of inertia of the body about x axis. So for that we can apply parallel axis theorem. നമ്മൾ parallel axis theorem വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇവിടെ നോക്കി I xx of this composite figure is equal to, ഫോർമുല നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു ട്രയാങ്കുലർ പോർഷനിൽ ഒരു ഹോൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതില്ല, ഡയറക്റ്റ് ഫോർമുല ഇല്ല. വി ഡോണ്ട് ഹാവ് ദ ഡയറക്റ്റ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിഫറെന്റ് കോമ്പോസിറ്റ് ഫിഗേഴ്സ്.
But instead of that, we have what that plane figures. Plane figures in the formula ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്ലെയിൻ ഫിഗർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരു പ്ലെയിൻ ഫിഗറിൽ നിന്ന് വേറൊരു പ്ലെയിൻ ഫിഗർ ഡിഡക്ട് ചെയ്യാൻ ചെയ്യും. അവിടെ നിന്ന് ഇല്ല അത്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും? മൊമെന്റ് ആദ്യം ഞാൻ ഇതിന് ട്രയാങ്കിളിന് ഞാൻ ആദ്യം 1 കൊടുത്തിരിക്കുന്ന ഏതിനായിരുന്നു? ട്രയാങ്കിളിലായിരുന്നു. 2 എന്ന് കൊടുത്തത് സർക്കിളിനാണ്. സോ ദാറ്റ് the moment of inertia of this composite figure about x-axis, that is ixx is equal to ixx1 minus ixx2. എന്ത് വേണം? ഒന്നിന്ന് വേറൊന്ന് കുറച്ചാൽ മതി. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടും? ixx കിട്ടും. അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഞാനിവിടെ റെക്ടാംഗിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. റെക്ടാംഗിൾ അല്ല, ഇറ്റ്സ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. സോ റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ ഫോർമുല ixx1 ഈസ് ഈക്വൽ ടു ig of xx1 plus a1 into h1 സ്ക്വയർ ആണ്. ഇനി നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റൈറ്റ് ആംഗിൾഡ് സെക്ഷൻ എബൌട്ട് x ആക്സിസ് ഫോർമുല എന്താ? bh³ divided by 36 പ്ലസ് a1 മീൻസ് ഇറ്റ്സ് ഏരിയ ഇൻറ്റു നിങ്ങൾ x വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ് എന്താ? ദാറ്റ് ഈസ് y1 മൈനസ് y ബാർ ആണ്, ദ ഹോൾ സ്ക്വയർ. അപ്പോൾ y1 ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. y bar is also we have calculated. So all these values you can substitute in this equation. Therefore, you will get the answer as ixx1 is equal to 853,495.57 centimeter per 4. Then definitely your answer will be, after the decimal will be, you can see number of terms. ഒരുപാട് terms കാണാൻ പറ്റും. Number of more numbers will be there. So you can approximate that into 2 digit. And the digit means approximate. Now we can go for the second section, that is a circle. Then for the same circle, for the circle also you can apply the same formula, that is ixx2 is equal to ig of xx2. What is the ig of xx2 means? That is the axis, that is x axis, which are passing through the centroid of the circular section. അങ്ങനെയാണ് നമ്മുടെ ഫോർമുല പറയുന്നത്. ig of xx2 plus a2 into h2 square. Then we have the formula for moment of inertia of the circular section about x axis is equal to pi d raised to 4 divided by 64. So that equation you can substitute here, plus a2 into h2 means what? That is the distance between two axes, that is y2 minus y bar the whole square. So y2 also we have calculated, then y bar also calculated. So all these values you can substitute in this equation or in this equation. Therefore, you will get the answer as ixx2 is equal to 4762.51 centimeter per 4. Therefore, നമ്മുടെ question complete ആയോ? ഇല്ല. എന്താണ് നമ്മുടെ question? Therefore, moment of inertia of the shaded portion about x axis, that is ixx is equal to, you can deduct this value from the first one, that is ixx1 minus ixx2. Therefore, ixx is equal to 848733.06 centimeter per 4. ഇതാണ് ആൻസർ. Is it clear? Have any doubt? Hello? So if you have any doubt, you can drop your doubts in the chat box. Okay. ക്ലിയർ ആണോ കുട്ടികളെ? ഹലോ, ഒന്ന് റിപ്ലൈ താടൂ. ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടായിട്ട് ആകെ ഒരാളാണ് റിപ്ലൈ ചെയ്യുന്നത്. Similarly, you can find out the moment of inertia of the same composite figure or shaded portion
about y ആക്സിസ്. ഇതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാം, y ആക്സിസും കണ്ടുപിടിക്കാം. ഫോർമുല അറിയാലോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. തന്നെ ചെയ്ത് നോക്കുക, ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാവരും തെറ്റിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോർമുല ഓർക്കില്ല. ദെൻ x2 മൈനസ് എക്സ് ബാർ, y ആണെങ്കിൽ x2 മൈനസ് എക്സ് ബാർ ആണ്. ix ആണെങ്കിൽ y2 മൈനസ് y ബാർ അല്ലെങ്കിൽ y മൈനസ് y ബാർ എന്നാണ്. അത് ആരും ഓർത്ത് വയ്ക്കില്ല, അതാണ് പ്രശ്നം. മനസ്സിലായോ? അതെങ്ങനെയാ വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നോട്ട് അപ്ലോഡ് ചെയ്തതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ആ ഇക്വേഷൻ വരാനായിട്ട് കാരണം. ഇപ്പൊ നമുക്കറിയാം, നോക്ക്, ഇതല്ലേ നമ്മുടെ റെഫറൻസ് ആക്സിസ്. ഇതാണ് ഒരു ഇമേജ് എന്ന് വിചാരിക്കും. ഇതാണ് ഇമേജ് അസ്യൂം ചെയ്യും. ഇതാണ് y ആക്സിസ്. ഇത് OY ആണ് കേട്ടോ. ഇതാണ് y ആക്സിസ്. ഇനി നമുക്ക് ഇതാണ് ജനറൽ കേട്ടോ, സെൻട്രോയിഡിൽ കൂടെ ഈ കോമ്പോസിറ്റ് ഫിഗറിന്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന y ആക്സിസ്. ഇത് വെച്ചിട്ടാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പക്ഷെ ഈ തന്നിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ എന്ത് വരും? റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ y ആക്സിസ് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളുടെ y1 ഞാൻ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് വേണം? മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് പാരലൽ ആക്സിസ് വേണമല്ലേ. ഏതൊക്കെ പാരലൽ ആക്സിസ്? ഒന്ന് മെയിൻ കോമ്പോസിറ്റ് ഫിഗറിന്റെ ഈ മൊത്തത്തിലുള്ള ഫിഗറിന്റെ y ആക്സിസും, ഇത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ y ആക്സിസ്. മനസ്സിലായോ? അപ്പൊ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് പറയുന്നത്? h എന്ന് പറയുന്നത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം എന്താണ്? എക്സ് ബാർ ആണ്. ഇത് എക്സ് ബാർ ആണ് അല്ലേ. ഇതെന്തായിരുന്നു? ഇത് ഇത്രയും വരയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ പറയുന്നത്? x1 ആണ് പറയുന്നത്. അപ്പൊ എനിക്ക് എച്ചിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എച്ച് സ്ക്വയർ ആണ്. അപ്പൊ എച്ചിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് x1 മൈനസ് എക്സ് ബാർ. എക്സ് മൈനസ് എക്സ് ബാർ, അതിപ്പോ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് x1 വരും. x1 മൈനസ് എക്സ് ബാർ h സ്ക്വയർ എന്നല്ലോ, ദാറ്റ് ഈസ് അതിന്റെ സ്ക്വയർ. അങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത്. മനസ്സിലായോ? ഞാനത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന നോട്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് നോക്കാട്ടോ. അതുപോലെ y1ഉം y മൈനസ് y ബാർ, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ് ബാർ മൈനസ് x1 ആയിരിക്കും വരുന്നത്, പക്ഷെ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് നോ പ്രോബ്ലം. മനസ്സിലായോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതും ആലോചിച്ച് കൺഫ്യൂസ് ആവണ്ട, അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നൗ പ്രോബ്ലം ഈസ് നോട്ട് കംപ്ലീറ്റഡ് അല്ലെ. കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ പ്രോബ്ലം? ഇല്ല. വി ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഈ ഒരു ബോഡി വേറെ ഏതെങ്കിലും ഒരു ആക്സസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. assume this body is rotated about one axis, ഏതെങ്കിലും ഒരു ആക്സിസ്. അപ്പൊ നമുക്ക് എന്ത് വേണം? അപ്പൊ അവിടെ നിന്ന് ഈ ടോട്ടൽ ബോഡിയുടെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് G, അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണെന്ന് വിചാരിക്കാം. ഇനി ഈ ഒരു ആക്സിസ് വെച്ചിട്ടാണ് ബോഡി റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ K എന്ന് നമ്മൾ പറയുന്നത്. ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വി ഹാവ് എ ഫോർമുല, ദാറ്റ് ഈസ് K is equal to I/A എന്നാണ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Radius of gyration K is equal to square root of I/A. So which I you have to substitute here, because we have Ixx value and Iyy value. Which one we have to substitute here? You can select the minimum of two. അല്ലെ, രണ്ടെണ്ണം നമുക്കുണ്ട്, Ixx ഉണ്ട് Iyy ഉണ്ട്. അതിൽ മിനിമം വാല്യൂ ഏതാണോ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. So you can consider Ixx and Iyy value. So from these two, Iyy is minimum. അല്ലെ, I minimum എന്ന് പറയുന്നത് Iyy ആണ്. So you can substitute that value here. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Then what about the value of A? A എന്തായിരിക്കും? ഇതായിരിക്കും എയുടെ വാല്യൂ. A എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ്. നിങ്ങൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോൾ താഴെ ഒരു ഏരിയ കൊടുക്കുന്നില്ലേ, A1 മൈനസ് A2 എന്ന് പറയുന്നത്, അതാണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ, അതാണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. A1 മൈനസ് A2 അതാണ് നമ്മുടെ ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. തെറ്റിക്കരുത്, അതാണ് എല്ലാവരും തെറ്റിക്കാറ്. അപ്പൊ അത് നോക്കുക, I/A. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെയുടെ വാല്യൂ 14.36 സെന്റിമീറ്റർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോബ്ലം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഹലോ, ഹാവ് എനി ഡൗട്ട്? ഹലോ, next third problem, calculate
ഇതൊക്കെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതെല്ലാം യൂണിവേഴ്സിറ്റി ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാനത് പറഞ്ഞു തരാം. ഇന്നലെ 1-2 പേരെങ്കിലും ചോദിച്ചിരുന്നു, അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. എങ്ങനെയാണ്, എന്തൊക്കെയാണ് സബ്ജക്റ്റിന്റെ കുറച്ച് ഡൗട്ട്, ഈ വാല്യൂ എങ്ങനെയാ വരുന്നതെന്നൊക്കെ അവർക്ക് ചോദിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Next, calculate the moment of inertia of the shaded portion about base AB. Question ശ്രദ്ധിച്ചോ കേട്ടോ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ബേസ് വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. Calculate the moment of inertia of the shaded portion about the base AB. So here we have a semicircular portion. So from the semicircle, a rectangular portion is removed. അല്ലെ, ഒരു rectangular portion remove ചെയ്തിട്ടുണ്ട്. The remaining portion is shown as shaded. അല്ലെ, remaining portion എങ്ങനെ തന്നിട്ടുണ്ട്? Shaded ആയിട്ട് കാണിച്ചിട്ടുണ്ട്. So you have to find out the moment of inertia of this shaded portion about the base AB. Which is the base AB here? ഇവിടെ തന്നിട്ടുണ്ടല്ലേ, ബേസ് ഏതാന്ന് കാണിച്ചിട്ടുണ്ടല്ലോ AB. അപ്പൊ ആ ബേസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അത് എളുപ്പമാണ് ചെയ്യാൻ. ബേസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആലോചിച്ചാൽ മതി, ഈ ബേസിൽ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് ഏതാ? ബേസിൽ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് എപ്പോഴും ഏതായിരിക്കും? ബേസിൽ നടക്കുന്ന ഡിസ്റ്റൻസ് എന്താ എപ്പോഴും? അല്ലെങ്കിൽ ലോവർ ലൈനിൽ നടക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഏത്? y1 ആണ് അല്ലേ? അല്ലെ, x1 ആണ് എടുക്കാറ്? അല്ല, എപ്പോഴും ലോവസ്റ്റ് ലൈനിൽ എടുക്കുന്ന നമ്മുടെ സെൻട്രോയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y ബാർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. എന്നാൽ x ബാറും y ബാറും ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ബേസ് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ഡിസ്റ്റൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഫോർ കാൽക്കുലേറ്റിംഗ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ about the base AB, there is no need to find out the x bar and y bar. The central distance of each section from the base AB is enough. എന്ത് മാത്രം മതി? ഓരോ ബേസിൽ നിന്നും ഓരോ സെക്ഷന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെൻട്രൽ ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ബേസിൽ നിന്ന് എടുക്കുന്ന സെൻട്രൽ ഡിസ്റ്റൻസ് ഏതാ? y ആണ്. അപ്പൊ ഫസ്റ്റ് വണ്ണിന് ഞാൻ ഫസ്റ്റ് സെക്ഷനിലെ സെമി സർക്കിൾ പോർഷന് 1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ റെക്ടാംഗുലർ പോർഷന് 2 എന്ന് കൊടുത്തു. അപ്പൊ y1 ഉം y2 മാത്രം കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കി ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന നോക്കും. ഫസ്റ്റ് സെക്ഷൻ ഞാൻ സർക്കിൾ ആയിട്ട് സെമി സർക്കിൾ ആയിട്ട് എടുത്തു. സെക്കൻഡ് സെക്ഷൻ റെക്ടാംഗിൾ ആണ്. ദെൻ ഞാൻ ഇവിടെ നോക്കിയേ, സെമി സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 60 mm ആണ്. ടോട്ടൽ 120 അല്ലേ? 120യുടെ ഹാഫ് അല്ല റേഡിയസ്. therefore area pi r² by 2, that is 60² by 2 ആണ്. Next, y1 is equal to semicircle y1 formula എന്താ? 4r by 3 pi ആണ്. അത് എഴുതി. Then rectangle formula എഴുതി. That is area is equal to 40 into 20, that is 800 mm square. Then y2 is equal to d by 2 ആണ്. That is 20 by 2, that is equal to 10 mm ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കാന്നറിയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് y ബാർ വരാഞ്ഞത്? y ബാർ എന്തുകൊണ്ടാണ്? നമ്മുടെ ഫോർമുലയിൽ h² എന്ന് പകരം y മൈനസ് y ബാർ എന്നാണ് പറയുന്നത്. y ബാർ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് y ബാർ എന്ന് നമ്മൾ പറയുന്നത്. സോറി, x ബാർ ബേസ് x എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഇത്. പക്ഷെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബേസ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ ബേസ് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, x ആക്സിസ് വെച്ചിട്ടാണ് റൊട്ടേറ്റ് അല്ല. അപ്പോ നമ്മൾ എവിടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാറ്? ഈ ഡയഗ്രത്തിന്റെ ബേസിൽ നിന്നാണ് കണ്ടുപിടിക്കാറ് അല്ലെ? അപ്പൊ രണ്ട് ലൈനും ഒരു സ്ഥലത്ത് തന്നെ കിടക്കുന്നത്. ഇവിടെ y ബാറിന്റെ കാര്യം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അതായത് y ബാർ മീൻസ് എന്താ നമ്മൾ പറയുന്നത്? സെൻട്രോയിഡ് എവിടെയാണോ അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് എവിടെയാണോ അവിടെ നിന്ന് ബേസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ y ബാർ എന്ന് നമ്മൾ പറയാറ്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ? എന്റെ ബേസും ഈ എടുത്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ട ആക്സിസും സെയിം തന്നെയാണ്. വേറെ ഒന്നും എനിക്ക് അവിടെ കിടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ y ബാറിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ എനിക്ക് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഫോർമുല നോക്കി എന്ത് നോക്കി? IAB is equal to moment of inertia about the base is equal to moment of inertia of the semicircular section plus A1 into Y1 മാത്രം മതി കേട്ടോ, y ബാർ വേണ്ട. A1 into Y1 then minus the moment of inertia of the rectangular portion ഏതാ? dB³ by 12 plus എന്ത് മാത്രം മതി? plus A2 into Y2 ആണ്. A2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? A2 is equal to area of the second portion. Then y2 എന്ന് പറഞ്ഞാൽ എന്താ? ബേസിൽ നിന്ന് റെക്ടാംഗിളിലേക്കുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായോ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ട്. കാരണം ഇത് BD³ by 12 ആണ്. ഇത് മാത്രം നിങ്ങളൊന്ന് മാറ്റണം കേട്ടോ. കാരണം ബേസിൽ നിന്ന് എടുക്കുന്ന ആംഗിൾ y ആക്സിസ് അല്ലല്ലോ, x ആക്സിസ് അല്ലേ. സോ ദ ഫോർമുല ഈസ് വാട്ട്? BD³ by 12 ആണ് കേട്ടോ, നോട്ട് dB³ by 12. സോ അതൊന്ന് മാത്രം ചേഞ്ച് ചെയ്തു.
ഇത്രയുള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം, മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ബേസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. കാരണം എന്താ, സിൻസ് നമ്മുടെ ബേസ് തന്നെയാണ് എന്ത് പറയുന്നത്, കണ്ടുപിടിക്കേണ്ട മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കേണ്ടത് എന്ത് വെച്ചിട്ട് തന്നെയാണ്, ബേസ് വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈ ബാറിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട. നമുക്ക് എന്ത് മാത്രം മതി, ജസ്റ്റ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, ഓരോ സെക്ഷനിലേക്കുള്ള സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് y1 and y2 വാല്യൂസ് ഇനഫ്. അത് മാത്രം മതി. നെക്സ്റ്റ് സാധാരണ പോലെ ഫോം ചെയ്യും. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ ആക്സസ് അല്ലേ, ഹൊറിസോണ്ടൽ നമ്മൾ എന്താ പറയാറ്, ഐ എക്സ് എക്സ് എന്നാ പറയാറ്. പക്ഷെ ഇവിടെ ഞാൻ ഐ എ ബി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത്രയും നോക്കി കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ പ്രോബ്ലം. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ നോട്ട്? ഹലോ, ഹലോ. ഓക്കെ, സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ? നമുക്കറിയാം, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി അല്ലെ. ഒരു എപ്പോഴും ആ ബോഡിയുടെ ജോമെട്രീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. അത് എന്താണ് ആ ബോഡിയുടെ ഷേപ്പ്. റെക്ടാംഗിൾ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിഫറെന്റ് ആണ്, സർക്കിൾ ആണെങ്കിൽ ഡിഫറെന്റ് ആണ്, അങ്ങനെ സെൻട്രോയിഡ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഇതൊക്കെ പറഞ്ഞ ജോമെട്രി പ്രോപ്പർട്ടിയാണ്. ഷേപ്പിനനുസരിച്ച് ഈ വാല്യൂ ഒക്കെ എന്ത് ചെയ്യും, വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഓർത്ത് വെച്ചോളൂ ടേം, ഇറ്റ്സ് എ geometrical property, it's a geometry, or it depends on a geometry of the body. എങ്ങനെയാണോ അതിന്റെ ഷേപ്പ് അതിനനുസരിച്ച് വാരി ചെയ്തിരിക്കും. ഇനി പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോഡി റൊട്ടേഷൻ മാത്രമല്ല, നമ്മൾ തിരിക്കാറുണ്ട് ബോഡി ഇല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഫിക്സ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു പോയിന്റ് വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അതെ, നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വേണം, ഒരു ടോർഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു ബോഡിയിൽ ഞാൻ തിരിക്കുകയാണ് പഠിച്ചത്, ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആ ബോഡിക്ക് എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട്, എന്തിനാ, ടു റെസിസ്റ്റ് ദിസ് ടോർഷൻ. ഈ ഒരു ടോർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോർക്ക് അപ്ലൈ ചെയ്ത ബോഡി എന്ത് ചെയ്യാൻ പാടില്ല, തിരിയാനായിട്ട് പാടില്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഇപ്പൊ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താ അത്, ഇപ്പൊ ഒരു റോഡ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. യു ക്യാൻ കൺസിഡർ എ റോഡ്. ഇത് തന്നെ കൺസിഡർ ചെയ്ത് ഒരു റോഡാണ് കൺസിഡർ ചെയ്യാം. ഈ റോഡിന് ഞാൻ ഒരു സൈഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട്, one end of this road is fixed. You can assume one end of this road is fixed. ഈ എൻഡ് ഒരു ഫിക്സ്ഡ് ആണ് നിങ്ങൾ വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് പിടിച്ച് തിരിക്കുകയാണ്, അതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണ്ടേ, ടോർക്ക് അല്ലെ. ഇതിനെ ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ഹാവ് ടു അപ്ലൈ എ ട്വിസ്റ്റിംഗ് മൊമെന്റ് അല്ലെ. എന്ത് വേണം, ഒരു ടോർക്ക് ഞാൻ അപ്ലൈ ചെയ്യണം. അങ്ങനെ ടോർക്ക് അപ്ലൈ ചെയ്താലും ബോഡി എന്ത് ചെയ്യണം, അതിന് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും ഇല്ലേ. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, ബോഡിയുടെ റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ബോഡിയുടെ കപ്പാസിറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇനേർട്ട് ടു ചേഞ്ച് ദ റൊട്ടേഷൻ, ഇനേർട്ട് ടു റൊട്ടേറ്റ്. അതിന് റൊട്ടേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അത് ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യാനാണ് അതിന് താല്പര്യം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ, സോ ഹിയർ യു ക്യാൻ കൺസിഡർ റോഡ് which is fixed at one end, the other end is free.
ആൻഡ് ഹിയർ യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ്. ഒരു ഫോഴ്സ് കൂടി ഞാൻ അതിനെ ട്വിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡി എന്ത് ചെയ്യും? അറ്റ് ഫസ്റ്റ് ഇറ്റ് വിൽ ട്രൈ ടു റെസിസ്റ്റ് ദിസ് ടോർക്ക്. ആ ടോർക്കിനെ അത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും ഇല്ലേ? ആ റെസിസ്റ്റ് ചെയ്യാനുള്ള ബോഡിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. Okay, polar moment of inertia is a measure of an object's capacity to oppose or resist torsion when some amount of torque is applied to it on a specified axis. അപ്പൊ നോക്കിയേ, ഇതിവിടെ ഏത് ആക്സസ്? ഒരു സെഡ് ആക്സസ് ആണ് ഇതിന്റെ തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ബോഡിനെ തിരിക്കുകയാണ്, നല്ലതുപോലെ പിടിച്ചിരിക്കാൻ നോക്കുകയാണ്. പക്ഷെ എന്താ ചെയ്യും? ആ ബോഡി ഈ ടോർഷനെ റെസിസ്റ്റ് ചെയ്തിട്ട് അതേ സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യാനാ നോക്കുക. റെസ്റ്റിംഗ് കണ്ടീഷനിലല്ലേ ആയിരുന്നത്, അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനോ നോക്കും. ആ ബോഡിയുടെ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. The polar moment of inertia of a body is denoted by the letter capital J. Then ഏത് ആക്സസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്? Z ആക്സസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് പോളാർ ആക്സസ്. ഏത് ആക്സസ് വെച്ചിട്ടാണോ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ആക്സസ് ഈസ് നോൺ ആസ് പോളാർ ആക്സസ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഫ്രം ദിസ് ഡയഗ്രം it is very clear that this road is rotated about z axis. ഞാൻ z axis വെച്ചിട്ടാണ് ബോഡിനെ തിരിക്കാനായിട്ട് ഞാൻ നോക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് പോളാർ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ അവർ പറയാണ് ദി പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ബോഡി. ഈ ബോഡിയുടെ ഷേപ്പ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്താ? ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എ സർക്കുലർ ഷേപ്പ് അല്ലേ? അപ്പൊ പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ ബോഡി about z axis is equal to ഫോർമുല എന്താണെന്നറിയോ? ix പ്ലസ് iy ആണ്. ഇവിടെ ഏത് ix ഉം iy നോക്കിയേ, നിങ്ങൾക്ക് ഒരു റോഡ് കൺസിഡർ ചെയ്യാം. യു ക്യാൻ കൺസിഡർ എ റോഡ് ലൈക്ക് ദിസ്. അപ്പൊ ഇതാണ് നമ്മുടെ z ആക്സിസ്. xx എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും കട്ട് ചെയ്യാം അല്ലെ? അപ്പൊ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് റോഡ് about z ആക്സിസ് Iz is equal to എന്തിന് ഈക്വൽ ആണ്? ഈ സെയിം ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് xx ആക്സിസിന്റെയും y ആക്സിസിന്റെയും സമ്മേഷന് ഈക്വൽ ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മൊമെന്റ്? Ixx എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സർക്കുലർ സെക്ഷൻ അബൌട്ട് xx ആക്സിസ്. ഫോർമുല എന്താ? πd⁴/64. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സെയിം സർക്കുലർ സെക്ഷൻ അബൌട്ട് y ആക്സിസ്. ഫോർമുല എന്താ? πd⁴/64. Therefore, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാലോ. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2πd⁴ divided by 64. Then 2s and 64 they get cancelled. The remaining you have j is equal to d⁴ divided by 32. ഇതാണ് ബോഡിയുടെ സെക്ഷൻ ആണുള്ളത്. നമ്മുടെ വേറെ ഏതെങ്കിലും സെക്ഷൻ ആണെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയ കുട്ടികളെ? ഹലോ, ഹലോ, ക്ലിയർ? ഹലോ, ഹലോ, പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ,
Then another topic is mass moment of inertia. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മളൊരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ ഒരു 2 dimensional ബോഡിയാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് പറയാ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് അല്ലെ. ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫോർമുല എന്തായിരുന്നു? ഐ ഇസ് ഈക്വൽ ടു എ വൈ സ്ക്വയർ ഓർ എ എക്സ് സ്ക്വയർ. ഏത് ആക്സസ് ആണോ വെച്ചെടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും കേട്ടോ. അതായത് വൈ ആക്സസ് ആണെങ്കിൽ എ, എക്സ് ആക്സസ് ആണെങ്കിൽ എ വൈ സ്ക്വയറും I y axis ആണെങ്കിൽ a x square ആണ് ഫോർമുല. But in the case of 3-dimensional body, this a area, the term area is replaced by the mass of the body. അതായത് ഒരു 3-dimensional ബോഡി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഏരിയ അല്ല ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. ഇത് ക്യാരക്ടർ ദാറ്റ് ഈസ് മാസ് ഓഫ് ദ ബോഡി, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. മാസ് ഓഫ് ദ ബോഡി ഈസ് വാട്ട് ഡോമിനേറ്റിംഗ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഏരിയ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ മാസ് ഓഫ് ദ ബോഡി. Therefore formula become, that is mass moment of inertia Im is equal to mass moment of inertia Im is equal to mx square or my സ്ക്വയർ. ഇങ്ങനെയായിരിക്കും ഫോർമുല വരുന്നത്. ഏരിയക്ക് പകരം ആര് കയറി വരും? അതായത് മാസ് കയറി വരും. അത്രയേ ഉള്ളൂ മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ വി ഹാവ് സം ഡെറിവേഷൻസ്, ദാറ്റ് ഇസ് മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ്. ഒരു റിംഗ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ യു ക്യാൻ കൺസിഡർ എ ബാങ്കിൾ. ഒരു വള കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ ഒരു റിംഗ് ആണ് തന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ? Then mass moment of inertia of a disc. ഒരു ഡിസ്ക് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ യു ക്യാൻ കൺസിഡർ 1 rupee കോയിൻ. അതിന്റെ ഒരു ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്തോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ? Then നെക്സ്റ്റ് മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സിലിണ്ടർ. ഒരു സിലിണ്ടറിന് എങ്ങനെയാണെന്ന് നോക്കാം. അത്രയേ ഉള്ളൂ. ചിലരുടെ എക്സാമിന് ഡെറിവേഷൻ ചോദിക്കാറൊന്നുമില്ല, ജസ്റ്റ് ഫോർമുല മാത്രമേ ചോദിക്കാറുള്ളൂ. പക്ഷെ ഞാൻ ഡെറിവേഷൻ പറഞ്ഞു തരാം. ഇത് റിലേറ്റഡ് ഫോർമുല ഒന്നുമില്ല, പ്രോബ്ലംസ് ഇല്ല. ബട്ട് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരുന്നു. അവരിപ്പോ നോക്കി ഒരു സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഫോർമുലയാണ് IXX is equal to mr²/4 എന്നാണ് ഫോർമുല. റേഡിയസ് അവർ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവരെന്ത് ചോദിച്ചു? IXX എത്രയാന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ, mr²/4. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് വേണേൽ ഡെറിവേഷൻ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണത് വരുന്നതെന്ന്, ജസ്റ്റ് അറിഞ്ഞിരുന്നോളൂ കേട്ടോ. ഫസ്റ്റ് വൺ, മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ്. തന്നിരിക്കുന്ന റിംഗിന്റെ മാസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഹിയർ യു ക്യാൻ കൺസിഡർ എ റിംഗ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. Then let XX, YY and ZZ be the axis ആണ് അല്ലെ. ഇതാണ് ഇതിന്റെ ആക്സിസ്. ഇനി ഞാൻ കണ്ടുപിടിക്കുകയാണ്, എനിക്ക് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. എനിക്ക് ടോട്ടൽ ആയിട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണെന്ന് അറിയോ? സോ ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദിസ് റിംഗ് ഇൻടു ഈക്വൽ നമ്പർ ഓഫ് പോർഷൻസ്. അതിന്റെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വള, ഒരു ബാങ്കിൾ നിങ്ങൾ അസ്യൂം ചെയ്യും. ആ ബാങ്കിളിന് ഒരു ഈക്വൽ ലെങ്ത് ആയിട്ട് നിങ്ങൾ പീസസ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യണം. യു ക്യാൻ കൺസിഡർ എ വൺ സച്ച് പീസ് ഓഫ് ലെങ്ത് DL. അപ്പൊ അങ്ങനെ ഒരു പീസിന്റെ ഒരു ലെങ്ത് ആണ് DL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം ഇതിന്റെ ഏരിയ എന്തായിരുന്നു? ക്രോസ് സെക്ഷനിലെ ഏരിയ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് നോക്കി, കൺസിഡർ എ യൂണിഫോം റിംഗ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R. ലെറ്റ് ഇറ്റ്സ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് M ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ ഈസ് ക്യാപിറ്റൽ A. അപ്പൊ അവര് പറഞ്ഞിട്ട് ഒരേ യൂണിറ്റിന്റെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഒരേ യൂണിറ്റ് ആണ്. അങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഈ ഒരു റിംഗ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. ഇങ്ങനത്തെ ഒരുപാട് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് റിംഗ് ഫോം ചെയ്തിരിക്കുന്നത്. യു ക്യാൻ കൺസിഡർ വൺ സച്ച് റിംഗ് ഓഫ് മാസ് സ്മോൾ M ആണ്. ഇതിന്റെ ഒരു എണ്ണത്തിന്റെ മാസ് സ്മോൾ M ആണ്. ഇനി അതിന്റെ ക്രോസ് സെക്ഷന്റെ ഏരിയ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര? ക്യാപിറ്റൽ A ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എത്രയായിരിക്കും? ഈ ഒരു പോർഷൻ വോളിയം കണ്ടുപിടിക്കണം. എങ്ങനെ വോളിയം കണ്ടുപിടിക്കുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് ഓഫ് ദി എലമെന്റൽ പോർഷൻ. ഏരിയ ഇൻറ്റു ലെങ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വോളിയം ഓഫ് ദി എലമെന്റൽ ലെങ്ത്. അപ്പൊ വോളിയം എത്രയാ? ഏരിയ എത്രയാ? ക്യാപിറ്റൽ A ആണ്. ആ എലമെന്റൽ പോർഷന്റെ ലെങ്ത് എത്ര? DL ആണ്. ലെറ്റ് റോ ഈസ് ദ മാസ് ഡെൻസിറ്റി. Let rho is the mass density of the ring material. Density നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ കുട്ടികളെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ?
ആരെങ്കിലും ഒരാൾ എനിക്ക് പറഞ്ഞു തന്നെ ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി, വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ? ഒരു മെറ്റീരിയൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിലായി, എനിക്ക് മാസ് ബൈ വോളിയം എന്ന് എനിക്കറിയാം. മാസ് പെർ യൂണിറ്റ് ഏരിയ, നോ നെവർ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ്. ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ ഹരികൃഷ്ണൻ. അതായത് ഒരു യൂണിറ്റ് വോളിയം തന്നു കഴിഞ്ഞാൽ, അതായത് ഒരു യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വിചാരിക്കുക ഒരു 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തും 1 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബോഡി എന്ന് വിചാരിക്കുക, ഒരു പാത്രമാണെന്ന് വിചാരിക്കുക. ഇതില് എത്ര മാസ് ഉള്ള ഒരു മെറ്റീരിയൽ ഇരിക്കാൻ പറ്റും? നമ്മൾ പറയുന്ന ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും പോർഷനിൽ നമുക്ക് ഒരു കോട്ടൺ നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കുക, അത് ഡിഫറെന്റ് ആണ്. വാട്ടർ ഫില്ല് ചെയ്യാൻ നോക്കുക, അത് ഡിഫറെന്റ് ആണ്. ആ ഡിഫറെന്റ് മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്ത് നോക്കിയേ, വോളിയം ഈസ് സെയിം അല്ലേ, ബട്ട് അതിലുള്ള മാസ് കറക്റ്റ് ആണോ? വെയിറ്റ് ഈക്വൽ ആയിരിക്കും? അല്ല. അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ദ മാസ് കണ്ടെയ്ൻഡ് ഇൻ എ മാറ്റർ. ഇവിടെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഹിയർ യു ഹാവ് എ ബോക്സ് ഓഫ് 1 യൂണിറ്റ് സൈസ്. ഒരു സൈസ് ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഇതിൽ എത്രത്തോളം ഒരു മെറ്റീരിയൽ ഇരിക്കാൻ പറ്റും, അതിന്റെ മാസ് ആണ് നമ്മൾ പറയുന്നത് എന്ത് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ലെറ്റ് റോ ബി ദ മാസ് ഡെൻസിറ്റി ഓഫ് എ റിംഗ് മെറ്റീരിയൽ. അപ്പൊ റോ ആണ് എന്ത് പറയുന്നത്? ഈ തന്നിരിക്കുന്ന റിംഗിന്റെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. therefore mass of this elemental portion. അപ്പൊ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചെറിയൊരു പോർഷന്റെ ഞാൻ തന്നിട്ടുണ്ട് റോ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എലമെന്റൽ പോർഷന്റെ കണ്ടുപിടിക്കണം. റോ ആണ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ എലമെന്റൽ പോർഷന്റെ എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് മാസ് കണ്ടുപിടിക്കണം. എങ്ങനെ ഞാൻ എലമെന്റൽ പോർഷന്റെ മാസ് കണ്ടുപിടിക്കുക? സോ വി ഹാവ് റോ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മാസ് ബൈ വോളിയം ആണ് അല്ലെ? മാസ് ബൈ വോളിയം ആണ്. അപ്പൊ മാസ് കണ്ടുപിടിക്കാൻ എന്താ? മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പൊ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. ഡെൻസിറ്റി റോ ആണ്. ഡെൻസിറ്റി നോക്കിയാൽ ദിസ് ഇസ് ഡെൻസിറ്റി, നെക്സ്റ്റ് ദിസ് ഇസ് വോളിയം. അപ്പൊ മാസ് കിട്ടിയില്ലേ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഇൻറ്റു ഡെൻസിറ്റി നമുക്ക് എന്ത് കിട്ടി? അതായത് എനിക്ക് മാസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ therefore mass moment of inertia of this elemental portion about z axis. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റൽ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. about z ആക്സിസ് എന്താ? ഫോർമുല എന്താന്ന് അറിയാം? mr² എന്നാണ് ഫോർമുല. where m is the mass of this elemental portion and r is the radius, its radius. Therefore moment of inertia of this elemental portion about z axis is equal to mr². instead of m you can substitute the term ADL into rho. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തന്നിരിക്കുന്ന ഒരു എലമെന്റൽ പോർഷന്റെ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എവിടെ വെച്ചിട്ട്? z ആക്സിസ് വെച്ച്. ആക്ച്വലി നമ്മുടെ എയിം എന്തായിരുന്നു? യു ഹാവ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സർക്കുലർ റിംഗിന്റെ കണ്ടുപിടിക്കണം. അപ്പോൾ ചെറിയൊരു എലമെന്റൽ പോർഷൻ കിട്ടി. നമുക്കറിയാം ദിസ് റിംഗ് ഈസ് മേഡ് അപ്പ് ഓഫ് വാട്ട്? നമ്പർ ഓഫ് എലമെന്റൽ പോർഷൻ അല്ലെ? ഇതുപോലെ ഒരുപാട് എലമെന്റൽ പോർഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു എലമെന്റൽ പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? യു ക്യാൻ ഇന്റഗ്രേറ്റ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് i z is equal to integral 0 to 2 pi r. എന്താ 2 pi r എന്ന് പറയാൻ കാരണം എന്താ? ദാറ്റ് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ അല്ലെ? ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിംഗ് എത്രയാണ്? ദാറ്റ് ഈസ് 2 pi r. r റേഡിയസ് അല്ലേ? 2 pi r. അപ്പൊ അങ്ങനെ ഇത്രയും എലമെന്റൽ പോർഷൻസ് ഉണ്ട്. അതിന്റെ ടോട്ടൽ ലെങ്ത് അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് 2 pi r. 0 to 2 pi r a into dl into rho into r². And here in this equation it is very clear that the area, then density and radius, these terms are constant, so that you can take it outside. Remaining you have then integral 0 to 2 pi r and dl. So what about the integration of dl? That is L, you know that. So a into r² into rho into L to the limit 0 to 2 pi r. Now you can substitute the upper limit and lower limit. That is a r² into rho, then upper limit minus lower limit, that is 2 pi r minus 0. Therefore answer is equal to what? A rho r² into 2 pi r. Now you can consider this equation where a is the area of cross section and rho is the density. And 2 pi r means what? That is length of the ring, that is perimeter. അപ്പൊ നമുക്ക് എഴുതാമല്ലോ, മാറ്റി എഴുതാം. നമുക്ക് മാസിന്റെ ഫോർമുല എന്തായിരുന്നു? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയത്തിന്റെ ഫോർമുല എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത്, then ഇതെന്തായിരുന്നു? റോ ആണ്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ടേം യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ മാസ് ഓഫ് ദ റിംഗ്, ക്യാപിറ്റൽ M. Therefore the moment of inertia of the circular section about z axis equal to mr². കിട്ടിയോ for derivation?
അപ്പൊ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് നോക്കിയ IZ കിട്ടി. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ IZ എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ റിങ്ങിന് പെർപെൻഡിക്കുലർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് IXX എന്നായിരിക്കും തന്നിട്ടുണ്ടായിരിക്കും, എന്നാലും ഫോർമുല ശരിയാണ്, ഇക്വേഷൻ ശരിയാണ്. കാരണം പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ച്, ദ നെയിം ആണ് മാറിയിരിക്കുന്നത്. സംടൈംസ് ഇറ്റ് വിൽ ബി YY ആയിരിക്കും, അപ്പോഴും എന്ത് തന്നെയാണ്, ഇക്വേഷൻ സെയിം തന്നെയാണ്. ഇനി നമുക്ക് സർക്കുലർ റിങ്ങിന്റെ എന്ത് കണ്ടുപിടിക്കണം? മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് XX ഉം YY യും കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ദാറ്റ് ഈസ് വി ഹാവ് IZZ equal to IXX plus IYY ആണ്. IZZ കിട്ടി, അപ്പൊ IXX ഉം IYY യും എന്തായിരിക്കും, ഇതിന്റെ ഹാഫ് ആണ് അല്ലേ. ദാറ്റ് ഈസ് IXX is equal to IYY, that is equal to mr square by 2. കാരണം എന്താ, റിങ്ങിനെ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്താലും ഇങ്ങനെ കട്ട് ചെയ്താലും സെയിം തന്നെയാണ്, ആക്സസ് ഓഫ് സിമെട്രി അല്ലേ. ഇങ്ങനെ കട്ട് ചെയ്താലും രണ്ട് സൈഡ് സെയിം ഡയമെൻഷൻ തന്നെയാണ്, ഈ ഒരു ആക്സസ് വെച്ച് കട്ട് ചെയ്താലും സെയിം തന്നെയാണ്. Therefore, IXX is equal to IYY is equal to mr square by 2. So hope you understood this topic. Have any doubt? Hello? Doubt ഉണ്ടോ കുട്ടികളെ?